അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലിസാനുൽ ഖുർആനിലെ പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോവാണ്. ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് ഫിഉലു മാദി എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഫിഉലു മാദി കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലി ഫി സമനിൽ മാദി. കഴിഞ്ഞ കാലത്ത് ഒരു കാര്യം സംഭവിച്ചു എന്നതിനെ അറിയിക്കുന്ന പദമാണ് ഫിഉലു മാദി. നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഫിഉലു മാദി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ ഒരു കാര്യമാണ് എന്നുള്ളത്. നമ്മൾ ഫഅല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു. അപ്പൊ നമ്മളോട് ഒരാൾ പ്രവർത്തിച്ചു ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയില്ല ആ പ്രവർത്തിച്ചു എന്ന്. കളിച്ചു ചോദിച്ചാൽ ആ കളിച്ചു. അത് നമ്മൾ കഴിഞ്ഞതിന് ശേഷമാണ് ആ രൂപത്തിൽ ഉത്തരം പറയുക. ഭക്ഷണം കഴിച്ചോ? കഴിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞത് കൊണ്ടാണ് ആ രൂപത്തിൽ പറയുന്നതിനാണ് ഫിഉലു മാദി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഫിഉലു മുളാരി എന്ന് പറഞ്ഞാൽ അൽ കലിമത്ത് തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ ഫിൽ മുസ്തഖ്ബലി അവൽ ഹാലി. അഥവാ വർത്തമാനകാലത്തോ ഭാവികാലത്തോ വല്ല കാര്യവും ഉണ്ടാകുന്നതിനെ അറിയിക്കുന്ന പദമാണ് ഫീല് മാദി എന്ന് പറഞ്ഞാൽ ഫീല് മുളാരി എന്ന് പറഞ്ഞാല് ഒരു പക്ഷെ ആ കാര്യം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ചെയ്യാനുള്ളതേക്കാരം ഇങ്ങനെ വരുന്നതിനാണ് ഫീല് മാദി എന്ന് പറയാ. അപ്പൊ ഉദാഹരണത്തിന് കുറച്ച് കുട്ടികൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ കളിച്ചും കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അവർ കളിച്ചോ എന്ന് ചോദിച്ചാൽ കളിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ കളിക്കുന്നു എന്നല്ല പറയാ. അങ്ങനെ പറയുമ്പോൾ കളിക്കുന്നതാണ് ഫീല് മുളാരി. അല്ലെങ്കിൽ കളിച്ചു വെച്ചുമ്പോ ഇല്ല ഇന്ന് വൈകുന്നേരം കളിക്കണം, ഇന്ന് വൈകുന്നേരം കളിക്കും എന്ന് പറയാലോ, അങ്ങനെ പറയണത്. അപ്പോൾ അപ്പോൾ തന്നെ പറയാ അതിനാണ് ഫീല് മുളാരി എന്ന് പറയുക. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യമായിട്ട് മാദിയുടെ ഉദാഹരണം. ഇപ്പൊ ദഹബ ഹമീദുൻ ഇലൽ മദ്രസി. ഹമീദ് മദ്രസയിലേക്ക് പോയി. അത് മാദിക്ക് ഉദാഹരണമാണ്. സഹബ പോയി എന്നാണ് അർത്ഥം, കഴിഞ്ഞ കാര്യമാണ്, മനസ്സിലാക്കിയാൽ മതി. ആഷൻ നബിയു ഫിൽ മദീനത്തി അശ്റ സിനീന. നബി മദീനയിൽ 10 വർഷം ജീവിച്ചു. നബി 10 വർഷം ജീവിച്ചു കഴിഞ്ഞതാണ്. ആഷറിനെ ജീവിച്ചു. അതാണ് മാദിക്ക് ഉദാഹരണം. ഇനി മുദാരിന്റെ ഉദാഹരണമാണ് യസ്ഹബു അബി ഇല സൂക്കി. എന്റെ പിതാവ് അങ്ങാടിയിൽ പോകുന്നു അല്ലെങ്കിൽ അങ്ങാടിയിൽ പോകും. അപ്പൊ യസ്ഹബു എന്നാണ്. അപ്പൊ മുദാരിയാണ്. അപ്പൊ ആ രൂപത്തിലാണ് അർത്ഥം വെക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടുണ്ടാവില്ല പ്രവൃത്തി എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എൽബസ് നൗഫലും റസ്മിയ എന്നുള്ള നൗഫൽ യൂണിഫോം ധരിക്കുന്നു. അതുപോലെ യുസല്ലിമുൽ ഉസ്താദു അൽ ഔലാദി. ഉസ്താദ് കുട്ടികൾക്ക് സലാം പറയുന്നു. അൽ അബു യർഹമുൽ ഔലാദു. പിതാവ് കുട്ടികളോട് കരുണ കാണിക്കുന്നു അല്ലെങ്കിൽ കരുണ കാണിക്കുന്നു. ഇതൊക്കെ ഉദാഹരണങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ മാദിയുടെ കുറിച്ച് പറയാൻ പോകണം. മാദി എന്ന ഭൂതകാലം അഥവാ കഴിഞ്ഞ കാലം എന്ന് മനസ്സിലാക്കിക്കുക. മാദി മുഫ്രദാകുമ്പോൾ എന്തേക്കാരം ഒരാളെ കുറിച്ച് പറയുന്നതാവും. ഒരാളേക്കാരം പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവുക. മാദി മുസന്ന ആകുമ്പോൾ രണ്ടാളേക്കാരം. അതാണ് ഹറജ, അവൻ പുറപ്പെട്ടു. മുസന്നായപ്പോ എന്തായി? ഹറജ, അവർ പേർ പുറപ്പെട്ടു. ഇനി മാദി ജം ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട എന്താണ്? ബഹുവചനാണ്, അഥവാ കുറെ പേരുണ്ടാവും. അതാണ് ഹറജു, അവർ കുറെ പേർ പുറപ്പെട്ടു. ഓരോ ഉദാഹരണം നോക്കിയാൽ മനസ്സിലാവും. ശേഷല്ല കാന കാന കാനു, സഅല സഅല സഅലു, സല്ലമ സല്ലമ സല്ലമു. എല്ലാ ഉദാഹരണങ്ങളും നോക്കിയാലും മനസ്സിലാവും. മനസ്സിലാക്കുക ഇൻഷാ അള്ളാ. സർഫാക്കാലുമായിട്ട് വേറൊരു ക്ലാസ് ഇൻഷാ അള്ളാ വരും. നമ്മള് മുളാരിന്റെ മുഫ്രദ് മുസന്ന ജം എന്നുള്ളതാണ് നോക്കുന്നത്. മുളാരി ആയ ഫീലില് അവ ഭാവി വർത്തമാനകാലം. ഭാവി കാലം വർത്തമാനകാലം. ഭാവി കാലം എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നത്, വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്നുള്ളതാണ്. മുളാരി മുഫ്രദാണെങ്കില് മുളാരി മുഫ്രദാണെങ്കിൽ നേരത്തെ പറയപ്പെട്ടതുപോലെ തന്നെ ഒരാളായിരിക്കും. മുസന്ന ആകുമ്പോ രണ്ടാള്. കുറെ ആൾക്കാർ ചെയ്യുമ്പോൾ എന്താവും? ജം ആണ്. അപ്പോ അവൻ ഒരു പുരുഷൻ പുറപ്പെടുന്നു അല്ലെങ്കിൽ പുറപ്പെടുന്നാണെങ്കിൽ യഹ്റുജു. അവർ 2 പേര് പുറപ്പെടുന്നാണെങ്കിൽ യഹ്റുജാനി. അവർ കുറെ പേർ പുറപ്പെടുന്നാണെങ്കിൽ യഹ്റുജൂന. ഈ രൂപത്തിൽ ബാക്കിയുള്ളതും യകൂനു യകൂനാനി യകൂനൂന, യസ്അലു യസ്അലാനി യസ്അലൂന, യുസല്ലിമു യുസല്ലിമാനി യുസല്ലിമൂന എന്നുള്ളതൊക്കെ അതിന്റെ അർത്ഥം നോക്കിയിട്ട് മനസ്സിലാക്കുക. അത് ഒരാളാണെങ്കിലും മുഫ്രദേക്കാരൻ, രണ്ടാളാണെങ്കിലും മുസന്നേക്കാരൻ, ജം ആവുമ്പോൾ ഒരു കൂട്ടാൾക്കാരുണ്ടാവും എന്ന് മനസ്സിലാക്കുക. ഇനി മാദിയിൽ തന്നെ, മാദിയില് പെണ്ണാണെങ്കില് ഇപ്പൊ നേരത്തെ പറയപ്പെട്ട 2 മുദക്കറിന്റെ ഇനി മാദി മുഅന്നസ് ആണ്. മുഅന്നസ് ആകുമ്പോ പെണ്ണ്. മുഅന്നസ് മുഫ്രദ്, മുഅന്നസ് മുസന്ന, അതുപോലെ ജംഅ് ഒക്കെ ആണെങ്കിൽ ജംഅ് മുഅന്നസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു താ അവസാനത്തിൽ കൂടും. മറ്റേ ഖറഅ എന്നാണ് വരിക എന്നുണ്ടെങ്കിൽ, മുദക്കറാവണ സമയത്ത് ഖറഅ എന്നാണെങ്കിലും മുഫ്രദ് ആവുമ്പോ എന്താവും? അവ പെണ്ണുങ്ങൾ ആവുമ്പോൾ മുസന്ന. മുഅന്നസില് മുഫ്രദ് ആവുമ്പോ ഖറഅത്ത് ഖറഅത ഖറഅന, അതുപോലെ ദറസത്ത് ദറസത ദറസ്ന, സൊല്ലത്ത് സൊല്ലത സൊല്ലൈന, സല്ലംത്ത് സല്ലമത സല്ലംന എന്നുള്ള രൂപത്തിലാണ് വരിക. ഇനി മുളാരിയിൽ അതുപോലെ തന്നെയാണ്. പെണ്ണാവുമ്പോ എന്താവും?
തെക്കറു മറ്റേത് യക്കറോ ആണ്. യക്കറോ യക്കറ ആനി യക്കറോന എന്ന് വരുന്നിടത്ത് പെണ്ണാകുമ്പോ ഇവിടെ എന്താവും? തെക്കറോ തെക്കറ ആനി യക്കറന എന്നുള്ള രൂപത്തിലാവും. ഒരാളാവുമ്പോ എന്താവും? തെക്കറോ, അവൾ ഒരു സ്ത്രീ എന്നാണ് അർത്ഥം വരിക. അവൾ ഓതുന്നു. തെക്കറാനി, രണ്ട് സ്ത്രീകൾ ഓതുന്നു അല്ലെങ്കിൽ രണ്ട് സ്ത്രീകൾ ഓതും. യക്കറാന, കുറെ സ്ത്രീകൾ ഓതുന്നു അല്ലെങ്കിൽ ഓതും. ഈ രൂപത്തിലാണ് അതിന്റെയും അർത്ഥം വരിക എന്ന് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഇതിന്റെയൊക്കെ വ്യക്തമായ ക്ലാസ്, സർഫാക്കലിന്റെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഉടനെ ഉണ്ടാവും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട തന്നെയാണ് മുഹാത്തബ്. മുഹാത്തബ് പറഞ്ഞാൽ എന്താന്നുള്ളത്, അവ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയാ? മുഹാത്തബ് എന്ന് പറയാ. മുഫ്രദ് മുത്തകല്ലിം പറഞ്ഞാൽ സ്വന്തത്തെ കുറിച്ച്, ഇപ്പൊ ഞാൻ തിന്നു അങ്ങനെയൊക്കെ പറയുമല്ലോ, ആ രൂപത്തിൽ പറയുമ്പോഴാണ് മുഫ്രദ് മുത്തകല്ലിം പറയാ. തസ്നിയ മുത്തകല്ലിമാവും എങ്ങനെ? സ്വന്തത്തെ കുറിച്ച് സംസാരിക്കുന്നത് രണ്ടോ അതിലധികം ആൾക്കാരുണ്ടെങ്കിൽ വ്യക്തികളോടാകുമ്പോൾ ആ സമയത്ത് എന്താവും? തസ്നിയ മുത്തകല്ലിമായിട്ടും മാറും. ഇത്രയാണ് ഇപ്പോ നമുക്ക് പ്രത്യേകിച്ച് ഈ സോർഫിന്റെ ഭാഗത്ത് നിന്ന് നോക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാം. ഇപ്പൊ ഫീലും ആദ്യം മുതാരിയും വേർതിരിക്കാൻ വന്നാല് മൂന്നക്ഷരങ്ങളിലല്ലാതെ എന്തേക്കാരും ഫീലും ആദ്യക്കാരും മനസ്സിലാക്കുക. ഈ മുതാരിയും മനസ്സിലാക്കാന് അത്തൈന, അലിഫ്, താ, യാ, നൂന് ഈ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന നാലെണ്ണം വരുന്ന ഫീലുകളാണ്, അറഫുകൾ വരുന്ന ഫീലുകളാണ് മുതാരിയ ഫീല്. ചിലത് നാലിലേറെ ഉണ്ടാവും, ചുരുങ്ങിയത് നാലെണ്ണം എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പൊ യദ്ഹബു, തുരീദു, തദ്ഹബു, ഉരീദു, അദ്ഹബു, അഷ്തരി ഇതൊക്കെ കണ്ടില്ലേ? അലിഫ് കൊണ്ടാണ്, യാ കൊണ്ടാണ്, താ കൊണ്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് എന്താവാം? പെട്ടെന്ന് മുതാരിയ ഫീലും ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ലക്കിയ എന്നുള്ളതൊക്കെ മൂന്നക്ഷരങ്ങളുള്ളൂല്ലോ. ഇനി നമ്മൾ നേരത്തെ പറയപ്പെട്ടത് ആണും പെണ്ണും ആകുമ്പോഴുള്ള വ്യത്യാസം എന്നുള്ളത്, മാദിയിലാണെങ്കിൽ അഥവാ മുദക്കറാണെങ്കിൽ, ഇപ്പൊ ഖാലിദ് എന്നുള്ളത് ഒരു എന്ത് ആണാണ്, മുദക്കറാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പറയാ, ഓൻ പറഞ്ഞു എന്ന് പറയുന്നതിന് കാല എന്നാണ് ഉപയോഗിക്കുക. അതാണ് ഖാലിദ് എന്നത് മുദക്കർ പുല്ലിംഗാണെങ്കിൽ അവിടെ എന്താവും? കാല ഉപയോഗിക്കും. ഇനി ജുമാന എന്നുള്ളത് പെണ്ണാണ്, അതുകൊണ്ട് മുഅന്നസാണ്, സ്ത്രീലിംഗാണ്. അപ്പൊ അവിടെ കാലത്ത് അവസാനത്തിൽ എന്താവും? സാക്കിനായ ഒരു താവും കൂടെ കൂടിച്ചേരും, കാലത്ത് എന്നായിട്ടാണ് പറയുക. ഇനി അത് മുളാരി ആയ ഫീലാകുമ്പോൾ അങ്ങനെ തന്നെ. ഇപ്പൊ ജുനൈദ് നവ്ലഫ എന്നാ വന്ന്, അവിടെ ജുമാന എന്ന് വന്നപ്പോ എന്തായി? നവ്ലഫത്ത് കണ്ടില്ലേ? അവിടെ താ വന്നു. അതുപോലെ യക്തുബു, കാരണം മുലക്കറാണ്, തോലിബു എന്നുള്ളത് മുലക്കറാണല്ലോ, അത് പെണ്ണല്ലല്ലോ, അതുകൊണ്ട് അവിടെ യക്തുബു അത്ര മതി. അതുപോലെ തന്നെ നമുക്ക് ഈ ലിസാനിൽ പ്രത്യേകിച്ച് നല്ലോണം മനസ്സിലാക്കേണ്ട ഒന്നാണ് അതത് മാദൂദ് എന്നുള്ളത്, എണ്ണങ്ങള്. ഒരുപാട് വർഷം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ജുംല പൂർത്തിയാക്കാനും പട്ടിക പൂർത്തിയാക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക. ആദ്യം കലമുൻ വാഹിദുൻ, ഒരു പേന. രണ്ട് പേന ആയപ്പോ എന്ത് പറഞ്ഞു? കലമാനി ഇസ്നാനി. ഇവിടെ രണ്ടിടത്തും നമ്മൾ പറയപ്പെട്ടത് ആദ്യം ആ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ആ വസ്തുവിനാണ് പറഞ്ഞത്, പിന്നെയാണ് അതിന്റെ എണ്ണം പറഞ്ഞത്. ഇനി അങ്ങോട്ട് എന്താവാണ്? നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറാണ്. മൂന്നായപ്പോ എന്തായി? സലാസ്തു അക്കലാമിൻ, അർബഅത്തു അക്കലാമിൻ, ഹംസത്തു അക്കലാമിൻ, സിത്തത്തു അക്കലാമിൻ എന്നുള്ള രൂപത്തിലാണ് വന്നത്. ഇനി നമ്മൾ പറയാൻ പോണ വാക്ക് തന്നെ എന്തായി? മുഅന്നസാണ്, മിവല്ലത്തിനാണ്. കണ്ടില്ലേ? തൈനസിന്റെ താവ് വന്നിട്ടുണ്ട്. ആ രൂപത്തിലാണ് വരുന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട എണ്ണസംഖ്യകളോട് കൂടെ എന്താവും? ഒന്ന് രണ്ട് എണ്ണസംഖ്യകളോട് കൂടെ താ കൂടും. അതാണ് മിവല്ലത്തുൻ വാഹിദത്തുൻ, മിവല്ലത്താനി ഇസ്നത്താനി, സലാസ് മുതല്ലാത്തിൻ, അറബ മുതല്ലാത്തിൻ, ഹംസ് മുതല്ലാത്തിൻ, സിത്ത് മുതല്ലാത്തിൻ എന്നീ രൂപത്തിൽ എന്താവും? എണ്ണങ്ങൾ വരിക. നമ്മൾ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ, എണ്ണങ്ങളാവണ സമയത്ത് മുദക്കറിനോട് കൂടെ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒന്ന് രണ്ടും എന്തേക്കാരം? ഏതാണെങ്കിലും ആദ്യത്തെ ഒന്ന് രണ്ടിന്റെ ഒപ്പം ആദ്യം ആ വസ്തുവിനെ പറയും, പിന്നെയാണ് എണ്ണം പറയുക. അത് കഴിഞ്ഞതിന് ശേഷം എന്താവും? ആ വസ്തുവിനെ എണ്ണം പറയും ആദ്യം, പിന്നെ വസ്തുവിടെ പേര് പറയും. മുകളിൽ പറഞ്ഞവ ശ്രദ്ധിച്ചാലല്ലേ, ഒന്നിലും രണ്ടിലും ആദ്യം മഅദൂദ് അഥവാ എന്തിനെ കുറിച്ചാണ് എണ്ണപ്പെടുന്നത് അതാണ് മഅദൂദ് എന്ന് പറയുക. നമ്മൾ എണ്ണൽ സംഖ്യ ഉണ്ടല്ലോ, അതാണ് അതത് എന്ന് പറയുന്നത്, എണ്ണത്തിനാണ് അതത് എന്ന് പറയട്ടോ. ആ രൂപത്തിലാണ് വരിക. അപ്പൊ കലമുൻ വാഹിദുൻ ഒന്നാമത് പറഞ്ഞപ്പോ കലമു എന്നുള്ളതാണ് ആദ്യത്തെ മഅദൂദ്, വാഹിദ് എന്നുള്ളതാണ് ആദ്യത്തെ അതത്. അതുപോലെ തന്നെ അതതിന്റെ പാഠത്തിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതതിന്റെ ചാപ്റ്റർ മാത്രം വേറൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ പാഠത്തിൽ ഈ ലിസാനിൽ നമുക്ക് വളരെ പ്രത്യേകമായിട്ട് പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഹിജ്റ മാസങ്ങൾ. സിമ്പിളാണ്, നമ്മൾ പാട്ടും പാടി പഠിച്ചാൽ മതി. ഒന്നാമത്തേതാണ് മുഹറമാണ്, രണ്ടാമത്തേത് സഫർ, മൂന്ന് റബീഉൽ അവ്വൽ, നാല് റബീഉൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ഉഖറ. ആ രൂപത്തിൽ അങ്ങനെ നമ്മൾ ഓരോന്ന് പഠിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഒന്ന് ഇങ്ങനെ പഠിക്കണ്ട, മുഹറം, സഫർ, റബീഉൽ അവ്വൽ അങ്ങനെ ആ രൂപത്തിൽ പഠിക്കാം. നമ്മൾ ഫസ്റ്റ് അതേപോലെ എണ്ണി വരലുണ്ട്. അപ്പൊ എത്രാമത്തേന് വരുന്നത് അതാണ് ആ സമയം അത്രാമത്തേന്ന് മനസ്സിലാക്കുക. ഇപ്പൊ റജബ്, ഷാബാന്, റമളാന്, ഷവ്വാല്, ദുൽഖഅദ്, ദുൽഹിജ്ജ് എന്നിങ്ങനെ 12 അറബി മാസങ്ങളുണ്ട്. ഈ 12 മാസങ്ങളും പഠിക്കുക. എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അവ ഹിജ്റ മാസങ്ങളിൽ നിന്ന് 7ാമത്തെ മാസം ഏതാണ്, ഹിജ്റ മാസങ്ങളിൽ നിന്ന് 10ാമത്തെ മാസം ഏതാണ്. അപ്പൊ നമ്മൾ പഠിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും ഷവ്വാലാണെന്നുള്ളത്.
ആ രൂപത്തിൽ തന്നെ നമ്മൾ എന്താവുക എക്സാമിന് വേണ്ടി ഒരുങ്ങുക. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പടച്ച റബ്ബ് എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.